ക്ഷേത്ര വൈബ്സ് മീഡിയ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ രാജേശ്വര ക്ഷേത്രത്തെ പറ്റിയാണ്. ഇവിടെ അടുത്താണോ വീട്? ഞങ്ങളിവിടെ അഴീക്കോടാണ്. ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്? ഞങ്ങള് ഇവിടെ എല്ലാ വർഷവും വരും. എല്ലാ വർഷം ഇവിടെ ഹസ്ബൻഡ് ദുബായിലാണ്, ഞാനും അവിടെയാണ്. അപ്പൊ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ലീവില് വന്നു കഴിഞ്ഞാൽ നമ്മള് വരും. ഞാൻ നാട്ടിലുള്ള സമയത്ത് അധികം നമുക്ക് മാസത്തില് ഒരു തവണയെങ്കിലും വരും. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ്? പ്രധാന വഴിപാട് നമ്മള് വെറും കൈയോടെ വരാൻ പാടില്ല. നെയ്യമൃതയോടെ വന്നിട്ട് ഭഗവാനെ തൊഴാൻ, അതായത് ഭഗവാന്റെ അടുത്തേക്ക് വെറും കൈയോടെ നമ്മൾ വരാൻ പാടില്ല. നെയ്യമൃത് കയ്യിലുണ്ടാവണം. പിന്നെ അതിനോട് പട്ടം, താലി, പട്ടം, താലി, അതൊരു വഴിപാട്. പട്ടും താലി അത് വിവാഹം നടക്കുന്നതിന് വേണ്ടി. വിവാഹം നടക്കുന്നത് സ്വയംവര പുഷ്പാഞ്ജലി വിവാഹം നടക്കുന്നത്. ഓക്കെ. പിന്നെ സ്വർണ്ണക്കുടം പ്രധാന വഴിപാടാണ്. സ്വർണ്ണക്കുടം, വെള്ളിക്കുടം, അതൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സിൽ നടത്തിയിട്ടുണ്ട്. നമ്മളെല്ലാ കൊല്ലം നമ്മൾ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ അത് ദൈവത്തിന് ഇവിടെ എങ്ങനെ സ്വർണ്ണക്കുടം ഒപ്പിക്കാന്ന് നമുക്ക് ശരിയായി. വെള്ളിക്കുടം കണ്ടിട്ട് ഞങ്ങളിത് ആദ്യമായിട്ട് വരുന്നൊരു അമ്പലമാണ്. അപ്പം ഇവിടെ അടുത്ത് ആൾക്കാരെല്ലാം പറഞ്ഞു കേട്ട് അവർക്ക് അവരുടെ അനുഭവമൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ട് വന്നതാണ്. ഒരു നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. അപ്പൊ ഇവിടെ ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്രത്തിലേക്ക് തന്നെ വരാനായിട്ട് എന്താ പ്രത്യേക കാരണം? ഇവിടുത്തെ ഐതിഹ്യവും വിശ്വാസവും അതിനെ പറ്റി രണ്ടു വാക്ക് പറയാമോ ക്ഷേത്ര മീഡിയക്ക് വേണ്ടിട്ട്? ചിരപുരാതനമായ ഒരു ക്ഷേത്രം, കേരളത്തിലെ ഒരു പൗരാണികമായ ഒരു ശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. ഇവിടെ ഈ നാടിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ കൂടാതെ കണ്ട് രാജ്യത്തിന്റെ പല ഭാഗത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളടക്കം മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികളടക്കം ഇവിടെ വന്നിട്ടുണ്ട്. അത്രയും ദൈവികമായ ഒരു പരിവേഷമുള്ള ഒരു അമ്പലമാണ്. ജനങ്ങൾക്ക് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദേവൻ എന്നുള്ളൊരു ചിന്ത അല്ലെ ഭക്തജനങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇവിടെ എത്തുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. ഈ വഴി യാത്ര പോകുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ കയറിയിട്ട് തൊഴുതിട്ടേ പോകാറുള്ളൂ. അത്രയും പൗരാണികമായ ദിവ്യത്വം കൽപ്പിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. ചേട്ടൻ രണ്ടു വാക്ക്. നെയ്വളപ്പ് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സമാധാനം ഉണ്ട്.